കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരത്തുണ്ടല്ലേ. ഈ വിമാനത്തിന്റെ അപ്ഡേഷനൊക്കെ അറിയാൻ എല്ലാവർക്കും കൗതുകവും ഉണ്ടാവും. അപ്പോൾ ഇന്ധനം നിറയ്ക്കാനായി തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടന്റെ യുദ്ധവിമാനം ഇതുവരെ തിരികെ പോയിട്ടില്ല. F-35ക്ക് സാങ്കേതിക തകരാറെന്നാണ് പറയുന്നത്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാതായതോടെ പല ട്രോളുകളും ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിമാനം OLXൽ വിൽക്കുന്നുണ്ടോ എന്ന തരത്തിലൊക്കെയാണ് ട്രോളുകൾ. നമുക്കിപ്പം പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വിമാനം വന്നിട്ട് ഇപ്പോൾ 10 ദിവസമൊക്കെ പിന്നിടുകയാണ്. എന്ന് ഈ വിമാനം പറന്നുയരും എന്നൊരു കൗതുകം എല്ലാവർക്കും ഉണ്ട്. ജയലക്ഷ്മി, ഏകദേശം 10 ദിവസമാകുന്നു തിരുവനന്തപുരത്ത് ഈ ബ്രിട്ടന്റെ യുദ്ധവിമാനം ഇവിടെ ഇറങ്ങിയിട്ട് F-35B. തിരുവനന്തപുരത്ത് ആദ്യമായാണ് ഈ ഒരു യുദ്ധവിമാനം ഇവിടെ ഇറക്കേണ്ടി വന്നത്. അത് കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടന്റെ തന്നെ പടക്കപ്പലിൽ നിന്ന് പറന്നു മുങ്ങിയതാണ്. അപ്പം ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ഇറക്കിയതാണ്. പക്ഷേ ഇന്ധനം നിറച്ചു കഴിഞ്ഞ ശേഷം പോകാൻ കഴിഞ്ഞില്ല. കാരണം അതിന് ഹൈഡ്രോളിക് തകരാറ് വന്നു. അപ്പോൾ സാങ്കേതിക വിദഗ്ധർ അവിടെ നിന്ന് ഇവിടെ എത്തി പരിഹരിച്ചാൽ മാത്രമേ ഇത് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇറക്കിയ വാർത്ത പുറത്തുവിട്ടതിൻ്റെ അന്ന് വിമാനത്താവളത്തിന്റെ പരിസരത്ത് പോയി ദൂരെ നിന്നാണെങ്കിൽ അത് നേരിട്ട് കാണാൻ സാധിച്ചു. ആദ്യമായാണ് F-35B എന്ന വിമാനം നേരിൽ കാണാൻ സാധിച്ചത്. വളരെ അകലെ നിന്നാണെങ്കിൽ പോലും അതിന് സാധിച്ചു. പിന്നെ അത് പറന്നു പൊങ്ങുന്നത്, ഒരു യുദ്ധവിമാനം പറന്നു പോകുന്നത് കാണാം എന്ന് കരുതി ഓൾ സയൻസ് കോളേജിന്റെ ഭാഗത്ത് നിന്നെങ്കിലും അത് സാധിച്ചില്ല. കാരണം പിന്നെ സാങ്കേതിക തകരാർ ഒന്നുകൊണ്ട് പോയില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ആ പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ പോകൂ എന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിരോധ വകുപ്പ് വൃത്തങ്ങളൊന്നും തന്നെ ഇതേക്കുറിച്ച് ഒരു വിശദീകരണം നൽകുന്നുമില്ല. എന്തായാലും ബ്രിട്ടന്റെ വിദഗ്ധർ ഇവിടെ എത്തി പരിഹരിച്ച ശേഷം മാത്രമേ പോകൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഇത് 10 ദിവസമായി ഒരു പ്രശ്നപരിഹാരമില്ലാതെ നീളുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ OLXലിട്ട് ഈ വിമാനം വിൽക്കാനുണ്ട് എന്ന തരത്തിലുള്ള ചില ട്രോളുകളെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ട്രോളുകൾ ഒരു വശത്ത് കൊഴുക്കുമ്പോഴും യുദ്ധവിമാനത്തിന്റെ ശരി പ്രശാന്ത്, എന്തായാലും ഈ യുദ്ധവിമാനം ഇതുവരെ പറന്ന് പൊങ്ങിയിട്ടില്ല. ട്രോളുകളൊക്കെ വരുന്നുണ്ട്. സാങ്കേതിക തകരാറെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രശാന്താണ് അപ്പോൾ ഉണ്ടായിരുന്നത്.